ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പലരുടെയും ഫേവറേറ്റ് കോംബോകളിൽ ഒന്നായിരിക്കും ഗീ റൈസും ചിക്കൻ കറി അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഗീ റൈസിൻ്റെയും അതേപോലെ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. ഇതൊരു സിമ്പിൾ ചിക്കൻ കറിയാണ് കേട്ടോ. ഒരുപാട് സമയമൊന്നും എടുക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. ഇത് ഗീ റൈസിന് മാത്രമല്ല ചപ്പാത്തിക്കും നല്ല ബെസ്റ്റ് കോംബോ ആണ്. അപ്പോൾ നമുക്ക് ഗീ റൈസിൻ്റെയും ചിക്കൻ കറിയുടെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഗീ റൈസിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. സോ ഞാൻ ആദ്യം തന്നെ അരി ഒന്ന് കഴുകിയിട്ട് മാറ്റി വെക്കാൻ പോവാണേ. ഞാനിവിടെ എടുത്തേക്കുന്ന കൈമ റൈസ് ആണ് കേട്ടോ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന റൈസാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, ജീരകശാല റൈസ് ഇല്ലേ അത് മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ കൈമ റൈസ് ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തെന്ന് മാത്രം. അതാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂട്ടും. നമ്മുടെ ബിരിയാണിക്കൊക്കെ ഉപയോഗിക്കുന്ന റൈസാണ് കേട്ടോ. അപ്പോൾ അതൊരു 2 കപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളത്തിൽ നിന്ന് മാറ്റി വെക്കണം. അരി ഞാൻ കുതിർക്കാനൊന്നും വെക്കുന്നില്ല, കാരണം വെച്ചാൽ ഇത് വറുത്തെടുക്കാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിലിട്ട് വെക്കുന്നില്ല, പകരം അപ്പം തന്നെ ഞാൻ വെള്ളത്തിൽ നിന്ന് മാറ്റി വെക്കുകയാണ്. ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഇന്ന് ഞാൻ ഗീ റൈസ് ഉണ്ടാക്കുന്നത് കുക്കറിലല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബിരിയാണി പോട്ട് എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ല ചൂടായി വരുന്ന സമയത്ത് വളരെ കനം കുറഞ്ഞ് അരിഞ്ഞേക്കുന്ന ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള ഒരു ഉള്ളിയാണ് എടുത്തേക്കുന്നത്. മീഡിയമോ അല്ല, അതിലും കുറച്ച് ചെറുതാണ്. നന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കണം കേട്ടോ. ഇത് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ബ്രൗൺ കളർ ആവുന്ന വരെ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഇതേ എണ്ണയിലാണ് കേട്ടോ കാഷ്യൂനട്ടും മുന്തിരിയും വറുത്തെടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എണ്ണയ്ക്ക് പകരം നെയ്യ് മാത്രമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഞാനിവിടെ നെയ്യ് കുറച്ച് കഴിഞ്ഞിട്ട് ചേർക്കുന്നുള്ളൂ. ഇപ്പോൾ ഈ സമയത്ത് വെറും വെളിച്ചെണ്ണയിൽ മാത്രമാണ് കാഷ്യൂനട്ടും അതേപോലെ ഉള്ളിയെല്ലാം വറുത്തെടുക്കാൻ പോകുന്നത്. എന്താ നമ്മുടെ ഉള്ളിയെല്ലാം വറുത്തെടുത്ത് മാറ്റി വെച്ചു. ഇനി കാഷ്യൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് മുന്തിരി ചേർത്ത് കൊടുത്തു. എന്നിട്ട് മുന്തിരി നന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. ഇത് ഇത്രയും നമ്മൾ ലാസ്റ്റ് ഗാർണിഷിങ്ങിന് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ള എണ്ണയിലോട്ട് കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെറും നെയ്യിൽ മാത്രം ചെയ്യാം. ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും എടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കണേ. ഞാനിവിടെ ഒരു പട്ടയുടെ കഷ്ണം, പിന്നെ ഒരു 3-4 ഗ്രാമ്പു, 4 ഏലക്ക ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബേ ലീഫും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഷാജീരയും ചേർത്ത് കൊടുക്കാം. അതേപോലെ കുരുമുളകും ചേർത്ത് കൊടുക്കാം. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം. അതെല്ലാം കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്. ഞാനിവിടെ അതൊന്നും ചേർത്തിട്ടില്ല. ഇത്രയും സ്പൈസസ് ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് നീളത്തിൽ അരിഞ്ഞേക്കുന്ന ഉള്ളി ചേർത്ത് കൊടുത്തു. വളരെ ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന ക്യാരറ്റും 2 പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പച്ചമുളക് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗീ റൈസിന് ഒരു പ്രത്യേക സ്മെല്ലും അതേപോലെ ചെറിയ ഒരു ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ക്യാരറ്റും കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറിയൊരു ക്യാരറ്റാണ് എടുത്തേക്കുന്നത്, വളരെ ചെറിയൊരു ക്യാരറ്റ് എടുത്തേക്കുന്നത്. അത് കഴിഞ്ഞ് ഉള്ളി ഞാനൊരു 1/2 ഉള്ളിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇതൊക്കെ മെഷർമെൻറ്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾക്ക് അത് നോക്കിയിട്ട് ചേർത്താൽ മതി. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന റൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല, കാരണം ഞാനിത് ഫ്രൈ ചെയ്യാൻ പോവാണ്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 5-6 മിനിറ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. ഇനി നല്ലതുപോലെ ഫ്രൈ ആയി വരുന്ന ഈ റൈസിലേക്ക് നല്ല ചൂട് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ആ വെള്ളം എടുത്ത് ഇതിലേക്ക് ഒഴിക്കുക. ഞാനിവിടെ 2 കപ്പ് റൈസിന് 3 കപ്പ് വെള്ളമാണ് ചേർത്തേക്കുന്നത്. 3 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്തേക്കുന്നത്. ശരിക്കും 4 കപ്പാണ് സാധാരണ നമ്മൾ ചേർക്കാറ്. പക്ഷേ ഈ ഗീ റൈസിന് ഞാൻ 3 കപ്പ് വെള്ളമേ ചേർത്തിട്ടുള്ളൂ. അത് കറക്റ്റായിരുന്നു. നല്ല പാകത്തിന് ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ റൈസ് കിട്ടിയിട്ടുണ്ട്. വെള്ളം ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കണേ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതാവുമ്പം അരി എല്ലായിടത്തും ഒരേപോലെ വെന്ത് വരും. അതുകൊണ്ടാണ് ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ചു വെച്ച് 5-6 മിനിറ്റ് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കണം. നിങ്ങൾ നോക്കിയാൽ മതി, ഇടയ്ക്കൊന്ന് റൈസ് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു 10-12 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇത് വെന്ത് വരാനായിട്ട്. അത് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഇടയ്ക്കൊന്ന് തുറന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, അരി എത്രത്തോളം വേവുന്നുണ്ടെന്ന് നോക്കിയാൽ മതി. എന്തായാലും വെന്ത് കുഴഞ്ഞു പോകത്തില്ല, അത് ഉറപ്പാണ്. നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 12-13 മിനിറ്റ് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റിലായിട്ട് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ഉള്ളിയും അതേപോലെ കാഷ്യൂനട്ടും മുന്തിരി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയില ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഒട്ടും ഒട്ടി പിടിച്ചിട്ടില്ല. കുക്കറിൽ വെച്ചാൽ വെന്ത് പോകുമോ കുഴഞ്ഞു പോകുമോ എന്നൊക്കെ ഡൗട്ട് ഉള്ളവർക്ക് ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഉറപ്പായിട്ടും ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഗീ റൈസ് കിട്ടും. അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇനി അടുത്തതായിട്ട് നമുക്ക് സിമ്പിളായിട്ടുള്ള ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഈ കറി കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വരുന്ന സമയത്ത് നീളത്തിലരിഞ്ഞേക്കുന്ന 2 ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മീഡിയം സൈസിലുള്ള 2 ഉള്ളിയാണ് കേട്ടോ.
പിന്നെ കുറച്ച് പച്ചമുളക്, ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുത്തു. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ ഉള്ളിയുടെ കളറൊക്കെ നല്ലതുപോലെ മാറി അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടി വരണം, അതുവരെ വഴറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പം അത്യാവശ്യം വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാൻ പോവാണ്. നിങ്ങൾക്ക് പേസ്റ്റായിട്ട് ചേർക്കാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചതച്ചതിന് ശേഷം നേരത്തെ നമ്മൾ ഉള്ളി ചേർക്കുന്നതിനൊക്കെ മുന്നേ തന്നെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് ഈ സമയത്ത് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ആ പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നതിന് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ആ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റേജ് ഒഴിവാക്കണം. ഇത്രയൊന്നും പ്രോസസ്സ് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കാം. പക്ഷെ കുറച്ചൊരു ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും. ഞാനത് ഇടയ്ക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. എന്നാൽ ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന 1/2 കിലോ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ അത്രേ ഉണ്ടാക്കുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇവിടെ അധികം ആർക്കും കറി, അതായത് എനിക്കും മോക്കും കറി അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമല്ല. പക്ഷേ ജിജുവേട്ടന് ഗീ റൈസും പിന്നെ ചിക്കൻ കറി കോംബോ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്രമാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ. ചിക്കൻ 1/2 kg എടുത്തിട്ടുള്ളൂ. നിങ്ങൾ ഇൻ കേസ് 1 kg എടുക്കുന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും അളവ് കൂട്ടിയാൽ മതി, അത്രയേ ഉള്ളൂ. ചിക്കൻ ചേർത്തതിന് ശേഷം ഒരു 1/2 തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു തക്കാളിയുടെ പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രം വെള്ളം മതി കേട്ടോ. അതൊന്ന് ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഒറ്റ വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ മാത്രം മതി. പിന്നെ ഇത് ടെൻഡർ ചിക്കനാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. ഒരു വിസിൽ മാത്രം അടുപ്പിച്ച് പ്രഷറൊക്കെ പോയി കഴിഞ്ഞിട്ട് അത് തുറന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാല ഞാൻ ഈ സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കൻ മസാലയും കൂടി ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒരുപാടിട്ടങ്ങ് മിക്സ് ചെയ്യരുത്, കാരണം വെച്ചാൽ ചിക്കനൊക്കെ ഉടഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നമ്മൾ ചിക്കൻ മസാല ചേർത്താണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 3-4 മിനിറ്റ് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് നമുക്കിത് മാറ്റി വെക്കാം. പക്ഷെ അതിന് തൊട്ട് മുമ്പായിട്ട് ഏറ്റവും ലാസ്റ്റിലായിട്ട് വളരെ കുറച്ച് മാത്രം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റാണ്, പക്ഷെ തേങ്ങാപ്പാൽ ചേർക്കുകയാണെങ്കിൽ ഇതിരിക്കും തോറും നല്ല ടേസ്റ്റായി വരുന്ന ഒരു കറിയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് ഒരു 1/4 കപ്പ് മാത്രം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഏകദേശം 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയും ലാസ്റ്റിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് അധികം ചൂടാക്കാൻ പാടില്ല കേട്ടോ, അപ്പോൾ തന്നെ മാറ്റി വെക്കണേ. എന്നിട്ട് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്തേക്കുന്ന ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഒന്ന് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്താണത്. അതും കൂടി ചേർത്തതിന് ശേഷം ലാസ്റ്റിൽ കുറച്ച് മല്ലിയില കറിവേപ്പിലയും കൂടി ചേർത്ത് അടച്ച് അങ്ങനെ തന്നെ വെക്കുന്നുണ്ട്. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞ് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി റെഡിയാണ്. ഇതിരിക്കും തോറും നല്ല ടേസ്റ്റ് കൂടുന്ന ചിക്കൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ അടിപൊളി കോംബോ ആണ് ഗീ റൈസും ചിക്കൻ കറിയും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.